വാർത്തകളിലേക്ക് തിരികെ. തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയുടെ വായിൽ തുണി തിരുകി മോഷണം നടത്തിയ ആളെ പിടികൂടി. ആക്കുളം സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വൃദ്ധയുടെ സ്വർണ്ണമാലയും മോതിരവുമാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ പ്രതി പിടിച്ചെടുത്തത്. ശ്രീനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരം നഗരത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. തിരുവനന്തപുരം ഉള്ളൂരിലാണ് വൃദ്ധയെ തുണി വായിൽ തിരുകി കെട്ടി മോഷണം നടത്തിയിരിക്കുന്നത്. ഇവിടെ ഉള്ളൂർ ജംഗ്ഷനിലുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഷോപ്പ്, ഈ ഒരു ബേക്കറിയിലാണ് ഈ ഒരു മോഷണം നടത്തിയ യുവാവ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അയാളുടെ പേര് മധുവെന്നാണ്. അയാൾ ഉള്ളൂർ സ്വദേശിയാണ്. ഈ ഷോപ്പിൽ ഒരു ജീവനക്കാരനാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതിനു ശേഷം റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. അയാൾ ഈ ഒരു ഷോപ്പിന് തൊട്ട് മുകളിലായുള്ള ഒരു രണ്ട് അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ അപ്പാർട്ട്മെൻറ്റിൽ വാടകയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്ന സ്ത്രീയായ ഉഷാകുമാരി. ആ ഉഷാകുമാരിയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക്, കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി ആ സ്ത്രീയുടെ മുറിയിൽ പോവുകയും അവരെ TV കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരെ ബലമായി പിടിച്ച് കട്ടിലിൽ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും തുണി മുഖത്ത് വാരി മുറുക്കുകയും ഒക്കെ ചെയ്തു. ശേഷം ഇയാളൊരു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് ആ മുറിയിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിൽ നിന്നും. ശേഷം അയാൾ ആ സ്ത്രീയെ ഉപദ്രവിക്കുകയും അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും അതുപോലെ തന്നെ വിരലുണ്ടായിരുന്ന മോതിരവും അപഹരിക്കുകയുമായിരുന്നു ചെയ്തത്. മോഷണ ശ്രമം നടത്തി. അപ്പോൾ അവർക്ക് നിരവധി പരിക്കുകളേറ്റു. ഈ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞു. ആ ഷോപ്പിൻ്റെ ഉടമസ്ഥനാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ചേട്ടൻ്റെ ബേക്കറിയിലാണ് ഈ മധു എന്ന് പറയുന്ന ആൾ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ മുൻപ് എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് ഉയർന്നിരുന്നു? ഇതുവരെയായിട്ടും ഇയാളെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഈ ലോക്കൽ ഇതാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിട്ട് ഇയാളെക്കുറിച്ച് പറയാനുള്ളൂ. കുറച്ച് ആൽക്കഹോളിക്കാണ്, അല്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇയാൾ ഒത്തിരി തരക്കേടില്ലാത്ത റെപ്യൂട്ടേഷനുള്ളൊരു ഇത് തന്നെയാണ്. നല്ല ഫാമിലി ഇതുണ്ട്, മക്കൾക്ക് നല്ല ജോലി, ഗവൺമെൻറ് ഒരാൾ ഗൾഫിൽ. ഇയാൾ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫായിരുന്നു, ഇപ്പോൾ റിട്ടയർഡാണ്. വലിയ ബാധ്യതയോ അങ്ങനെയൊന്നുമില്ല, ചെറിയ കടങ്ങളുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ ഷോപ്പിൽ ഇയാൾ ജോലിക്ക് വന്നിട്ട് എത്ര നാളായിട്ടുണ്ട്? ഒരു 7 മാസമായി കാണാം. ഈ ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ, മോഷണം നടത്തി ഉഷാകുമാരി, ആ സ്ത്രീയെ അറിയാവോ? ഇവിടെ മേളിൽ താമസിക്കുന്നതാണ്. വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. ഇവരുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടതായിട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അല്ല, അവരങ്ങനെ ആരുമായിട്ടും അങ്ങനെ സംസാരിക്കുന്നതിലൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവരവരുടെ സ്വന്തം കാര്യം ഇതായിട്ട് രാവിലെ പുറത്തു പോകുന്നു, പിന്നെ ഉച്ചയ്ക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങി വന്നു. ഇയാൾ മേളിലോട്ടൊക്കെ കയറുമ്പം സാധനങ്ങളൊക്കെ എടുത്ത് ഈ സ്റ്റെപ്പ് കയറ്റി വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ അല്ലാതെ ഒരു കോൺവെർസേഷൻ ഇതായിട്ടൊന്നും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. എന്തായാലും ഈ ഒരു വ്യക്തി മധു എന്ന് പറയുന്ന വ്യക്തിയെ യാതൊരു ഒരു ചീത്ത സ്വഭാവമുള്ളതായിട്ട് ഇവിടെ ആർക്കും തന്നെ അറിയില്ല എന്നാണ് നമ്മൾ കുറച്ചു മുൻപ് നാട്ടുകാരോടും അതുപോലെ തന്നെ എല്ലാവരോടും ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു യുവതിയെ ഇത്തരത്തിൽ മോഷണ ശ്രമം നടത്തിയത്, യുവതിയോട് ഇത്തരത്തിലൊരു പരാക്രമം നടത്തിയെന്നൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. കാരണം ഈ സ്ത്രീയും യുവാവും തമ്മിൽ യാതൊരു പരിചയവുമില്ല, മുൻ ബന്ധങ്ങളോ ഒന്നും തന്നെ പ്രാഥമിക അറിവിൽ ഒന്നും തന്നെയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു നാട്ടുകാരനാണ്. ചേട്ടാ, നേരത്തെ അറിയാമോ മധു എന്ന് പറയുന്ന ആളിനെ? ഇവിടെ വന്നിട്ട് ഒരു വർഷമായിട്ട് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് മുൻപ് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് അറിയാം? ഒരു പ്രശ്നമില്ല പുള്ളിക്കാരൻ. നമുക്ക് പണ്ട് വന്ന നാളെ മുതൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. അപ്പോഴത്തെ കടയിൽ ചായ അടിക്കാൻ നിൽക്കുന്നതാണ്. ചെല്ലുമ്പോൾ ചായ അടിച്ച് തരും, വട കാര്യങ്ങൾ. പിന്നെ പുള്ളിക്ക് ലോക്കൽ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് അല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് കളിച്ചിരിച്ച് നിൽക്കും. അല്ല വേറെ ഈ പ്രശ്നം നടന്ന ദിവസം ഇയാൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പെട്ടെന്ന് അയാൾ അപ്പോൾ മദ്യപിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു ഇതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം ആ ഒരു മോഷണം നടത്തിയിട്ടുണ്ടാവുക? എന്താണ് മിക്കവാറും അതിനായ സാധ്യത? കാരണം പുള്ളി വെള്ളം അടിക്കും, അല്ല വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞ് വന്ന് നിന്നപ്പോഴത്തേക്കാണ് പുള്ളി അപ്പുറത്ത് ഇരിക്കുന്നത് കണ്ടത്. പിന്നെ വന്ന് കട തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് പിന്നെ പുള്ളിയെ കാണാനില്ല. പിന്നെ ഒരു 3:30 മണിയായപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ പയ്യനും മൂളത്തെ നമ്മളെ ഓണർ അനിയനും കൂടെ വന്ന് പറയാണ് ഇതുപോലെ ഒരു റോബറി നടന്ന് അവിടെ അപ്പുറത്തെ അമ്മച്ചീരി ഇതുപോലെ കെട്ടിയിട്ട് മാലയും കമ്മലും എല്ലാം എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു ഒന്ന് പറയണത്.
എന്തായാലും അന്ന് ഈ ഒരു മോഷണം നടന്ന ദിവസം, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ മധു എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ബസ് സ്റ്റോപ്പിൽ തന്നെ അയാൾ ഉണ്ടായിരുന്നു. ആ ഒരു ബസ് സ്റ്റോപ്പിൽ എല്ലാവരോടും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു മോഷണ ശ്രമത്തിലേക്ക് മുതിർന്നതെന്നൊരു ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ആ സ്ത്രീക്ക് പരിക്കുകളുണ്ട്, മുഖത്തും ചുണ്ടിലുമായി നിരവധി പരിക്കുകളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ 1.5 പവൻ്റെ മാലയും അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരവുമാണ് മോഷണം പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാരണങ്ങളെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ക്യാമറാമാൻ രഞ്ജിത്തിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയുടെ വായിൽ തുണി തിരുകിയ ശേഷം മോഷണം നടത്തിയ മധു എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ശ്രീനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.